നിയമസഭയുടെ മീഡിയ റൂം അതിനാടകീയമായ ചില രംഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സഭയിൽ ഇന്ന് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയായിരുന്നു. ഉച്ചയോടെ ഇന്നത്തെ ചർച്ച പൂർത്തിയാക്കി സഭ നാളത്തേക്ക് പിരിഞ്ഞു. തുടർന്ന് കൃഷിമന്ത്രിയുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൃഷിമന്ത്രി ടി സിദ്ദിഖ് വാർത്താ സമ്മേളനം വിളിച്ചത്. അത് നിയമസഭയിലെ മീഡിയ റൂമിലായിരുന്നു വിളിച്ചിരുന്നത്. അതിനാൽ തന്നെ മാധ്യമപ്രവർത്തകരെ കൊണ്ട് മീഡിയ റൂം നിറഞ്ഞ് കവിഞ്ഞിരുന്നു. കാരണം സഭാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും അവിടെ എത്തും. അപ്പോൾ അവിടെ മന്ത്രിമാരുടെയും MLA-മാരുടെയും എല്ലാം വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകും. അങ്ങനെ മന്ത്രി സിദ്ദിഖ് മാത്രം പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു തീരുമാനിച്ചിരുന്നത്. മന്ത്രി മീഡിയ റൂമിലെത്തി. വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ മന്ത്രിക്കൊപ്പം കൃഷിവകുപ്പ് ഡയറക്ടറും കൂടി എത്തുന്നു. വകുപ്പ് ഡയറക്ടർ മറ്റാരുമല്ല, ശ്രീറാം വെങ്കിട്ടരാമനാണ്. മന്ത്രിയുടെ ഇടതുവശത്തായാണ് ശ്രീറാം ഇരുന്നത്. മന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ എതിർപ്പുമായി രംഗത്തെത്തി. അതിന് വ്യക്തമായ കാരണമുണ്ട്. ശ്രീറാം ഒരു കൊലക്കേസിലെ പ്രതിയാണ്, അതും ഒരു മാധ്യമപ്രവർത്തകനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. തങ്ങളുടെ സഹപ്രവർത്തകന്റെ കൊലയാളിയെ ഒപ്പമിരുത്തിയുള്ള വാർത്താ സമ്മേളനം അംഗീകരിക്കാനാകില്ലെന്ന് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം വ്യക്തമാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ എന്ന് പലതവണ മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകർ അത് അംഗീകരിച്ചില്ല. അവർ തുടർച്ചയായിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ സഹപ്രവർത്തകരെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ്, ആ കേസിൽ പ്രതിയായ വ്യക്തിയാണ്, അദ്ദേഹത്തെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം തങ്ങൾ പങ്കെടുക്കില്ല, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളാം, നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് പോകുന്ന മാധ്യമപ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടി ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെ സ്വയം താൻ പോകാം എന്ന് മന്ത്രിയെ അറിയിക്കുകയായിരുന്നു. പലതവണ ഈ പ്രശ്നത്തിനിടയ്ക്ക് പലതവണ ശ്രീറാം പോകാൻ തുടങ്ങിയെങ്കിലും മന്ത്രി അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ രംഗം വഷളാകുന്നത് കണ്ട ശ്രീറാം സ്വയം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീടാണ് വാർത്താ സമ്മേളനം നടന്നത്. എന്തായാലും വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ മാധ്യമപ്രവർത്തകന്റെ കൊലപാതകം. മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായിട്ടുള്ളത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. സർക്കാർ സർവീസിൽ ഇരിക്കെയാണ് ശ്രീറാം ഈ കേസിൽ പ്രതിയായത്. സംഭവത്തിന് പിന്നാലെ അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് തെളിവ് നശിപ്പിച്ച് കേസ് തേച്ചുമായ്ച്ച് കളയാൻ ശ്രീറാമും അദ്ദേഹത്തിന് ഒപ്പമുള്ളവരും നടത്തിയ നീക്കങ്ങളൊക്കെ പലപ്പോഴും വിവാദമായിരുന്നു. ആ കേസിന്റെ അന്തിമവാദം ഈ ഓഗസ്റ്റിൽ നടക്കാനിരിക്കുകയാണ്. സർക്കാരിനൊപ്പമുള്ള ആളായതുകൊണ്ട് തന്നെ കേസിന്റെ ഭാവി എന്താകുമെന്ന ആശങ്ക ബഷീറിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാം ഉണ്ട്. കഴിഞ്ഞ LDF സർക്കാർ ശ്രീറാമിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചെന്ന വിമർശനം ഏറെ കേട്ടതാണ്. അതിനാൽ മന്ത്രിമാരുടെ വകുപ്പിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്ന GR അനിൽ ശ്രീറാമിനെ വകുപ്പിൽ നിയമിച്ചു. പിന്നീട് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അയാളെ സ്ഥാനത്ത് നിന്നും നീക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇന്ന് മീഡിയ റൂമിൽ നടന്ന ആ നാടകീയ സംഭവങ്ങളുടെ ദൃശ്യം കാണാം. ഒന്ന്, ഒരു മിനിറ്റ് പൂർത്തീകരിച്ചു. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് അപ്പൊ ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക ക്ലബിന് നൽകിയിരിക്കുന്ന നാമധേയം